ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വളരെ ലളിതമായിട്ട് എങ്ങനെയാണ് സ്ക്രീനർ എന്നുള്ള വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്വാർട്ടർലി റിസൾട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇപ്പോൾ റിസൾട്ട് സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്വാർട്ടർലി റിസൾട്ടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി അക്കൗണ്ടിങ്ങിൽ അവഗാഹമായ ഒരു പാണ്ഡിത്യം ഉണ്ടാകണം എന്നൊന്നും നിർബന്ധമില്ല. ഈ ഒരു സ്ക്രീനർ സൈറ്റിൽ നമുക്ക് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കമ്പനി ഈ ക്വാർട്ടർ നന്നായിട്ടാണോ പെർഫോം ചെയ്തത്, അതിൻ്റെ പ്രീവിയസ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കഴിഞ്ഞ ക്വാർട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബിസിനസ് പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ള ഒരു ഏകദേശ ചിത്രം നമുക്ക് കിട്ടാൻ അത് സഹായിക്കും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഏതൊരു കമ്പനിയും അവർക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ 3 മാസങ്ങളിലെയും ബിസിനസ്സിൻ്റെ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഏർണിങ്സ് അപ്ഡേറ്റ് അവർ എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫയൽ ചെയ്യുന്ന ഈ ഒരു ക്വാർട്ടർലി ഏർണിങ്സ് റിപ്പോർട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് അത് ഓഡിറ്റ് ചെയ്ത ഒരു അക്കൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ സത്യസന്ധമായിട്ടുള്ള കഴിഞ്ഞ 3 മാസത്തെ ബിസിനസ് പെർഫോമൻസാണ് നമ്മളതിൽ കാണുക. അപ്പോൾ ഇത് നമ്മൾ കമ്പനിയുടെ വെബ്സൈറ്റുകളിലും മറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലൊക്കെ കാണാൻ കഴിയുമെങ്കിലും ഈ സ്ക്രീനർ എന്നുള്ള സൈറ്റിൽ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. സ്ക്രീനർ ആ സൈറ്റ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഏത് സ്റ്റോക്കാണോ നമ്മൾ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റോക്കിൻ്റെ പേരടിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ സ്റ്റോക്കിനെ കുറിച്ചുള്ള ഒരു പേജ് തുറന്നു വരും. ആ ഒരു ഇന്റർഫേസിൽ നമ്മൾ ആദ്യം കാണുന്നത് ആ സ്റ്റോക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറു വിവരണമാണ്. എന്താണ് ആ കമ്പനി ചെയ്യുന്നത്, അവരുടെ ബിസിനസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അത് കഴിഞ്ഞ് ആ കമ്പനിയുടെ ബേസിക് ഫണ്ടമെന്റൽസ് റേഷ്യോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, PE റേഷ്യോ തുടങ്ങിയിട്ടുള്ള പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. അപ്പോൾ ആ ഒരു റേഷ്യോൻ്റെ ആ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഫണ്ടമെൻ്റൽ റേഷ്യോസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യം നമുക്കത് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ കഴിയും. അതിൽ ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് എഡിറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനുശേഷം വരുന്നത് ഒരു പ്രൈസ് ചാർട്ടാണ്. അതിനുശേഷം ഈ കമ്പനി മറ്റ് അതിൻ്റെ കോമ്പറ്റേറ്റേഴ്സ് അല്ലെങ്കിൽ പിയർ കമ്പാരിസൻ്റെ ഒരു കോളവും നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷമാണ് നമ്മൾ ക്വാർട്ടർലി റിസൾട്ട് കാണുക. അപ്പോൾ ക്വാർട്ടർലി റിസൾട്ട് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാർട്ടർലി റിസൾട്ട് തന്നെയാണോ എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. ഉദാഹരണത്തിന് ക്വാർട്ടർലി റിസൾട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒക്ടോബർ മാസ തുടക്കത്തിൽ അത് കഴിഞ്ഞ Q2 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്പനികൾ അത് പ്രസിദ്ധീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പല കമ്പനികളുടെയും റിസൾട്ടുകൾ അടുത്തൊരു മാസത്തിനുള്ളിലായിരിക്കും പൂർണ്ണമായിട്ട് വരിക. അപ്പോൾ നമ്മൾ ആ കമ്പനിയുടെ ലേറ്റസ്റ്റ് റിസൾട്ട് ആണോ ആ ക്വാർട്ടർലി റിസൾട്ടിൽ കാണിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം പരിശോധിക്കണം. കാരണം ഇതിന് മുമ്പത്തെ ക്വാർട്ടർ ആയിരിക്കും ചിലപ്പോൾ അവിടെ കാണാൻ കഴിയുക. അപ്പോൾ അവിടെ റിസൾട്ടിൻ്റെ സ്ഥാനത്ത് സെപ്റ്റംബർ 2025 ഉണ്ടെങ്കിൽ നമുക്കത് ലേറ്റസ്റ്റ് റിസൾട്ട് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും സ്റ്റാൻഡ് അലോൺ വ്യൂ കൺസോളിഡേറ്റഡ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് വരുന്നത് വ്യൂ കൺസോളിഡേറ്റഡ് ആണ്. കൺസോളിഡേറ്റഡ് റിസൾട്ടാണ് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലായി വരുന്നത്. എന്നാൽ അവിടെ നിങ്ങൾക്ക് സ്റ്റാൻഡ് അലോൺ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ സ്റ്റാൻഡ് അലോൺ റിസൾട്ടും കിട്ടും. അപ്പോൾ എന്താണ് ഈ കൺസോളിഡേറ്റഡ്, എന്താണ് സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാൻഡ് അലോൺ എന്ന് പറയുന്നത് പേരന്റ് കമ്പനിയുടെ റിസൾട്ട് മാത്രമാണ് കിട്ടുക. അതായത് ആ കമ്പനിയുടെ സബ്സിഡിയറികളുടെയോ അസോസിയേറ്റ് കമ്പനികളുടെയോ ജോയിന്റ് വെഞ്ചേഴ്സിൻ്റെയോ ഒന്നും ഉൾപ്പെടുത്താതെയുള്ള പേരന്റ് കമ്പനിയുടെ മാത്രം റിസൾട്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡ് അലോൺ ഫൈനാൻഷ്യൽ റിസൾട്ട് എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സിന് നമുക്കറിയാം അവർക്ക് പല സബ്സിഡിയറി കമ്പനികളുണ്ട്. ഇപ്പോൾ ജാഗ്വാർ ലാൻഡ് റോവറാണ് അവരുടെ പ്രധാനപ്പെട്ട സബ്സിഡിയറി. 71% ബിസിനസ് വരുന്നത് അവിടെ നിന്നാണ്. അതുപോലെ അവരുടെ ദേവു മോട്ടോഴ്സ് എന്ന് പറയുന്ന കൊറിയ ബേസ്ഡ് ആയിട്ടുള്ള സബ്സിഡിയറി ഉണ്ട്. കൂടാതെ അവർക്ക് കാർ ഫൈനാൻസ് ചെയ്യുന്ന മറ്റ് ബിസിനസ്സുകളുണ്ട്. അപ്പോൾ ഇത്തരം ബിസിനസ്സുകളുടെ പെർഫോമൻസ് ഒന്നും പരിഗണിക്കാതെ ഈ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിളുടെയും പാസഞ്ചർ വെഹിക്കിളുടെയും മാത്രം റിസൾട്ടാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ സ്റ്റാൻഡ് അലോൺ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അതേസമയം അതിൻ്റെ എല്ലാ സബ്സിഡിയറികളെയും മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ റിസൾട്ടാണ് നോക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ലത് കൺസോളിഡേറ്റഡ് നോക്കുന്നതാണ്. എങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ഫൈനാൻഷ്യൽ പിക്ചർ നമുക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ നിങ്ങൾ പർട്ടിക്കുലറായിട്ട് അതിൻ്റെ പേരൻറ്റ് കമ്പനി മാത്രമാണ് നോക്കുന്നതെങ്കിൽ അത്തരം പർപ്പസിന് വേണ്ടി നമുക്ക് സ്റ്റാൻഡ് അലോൺ ഉപയോഗിക്കാം. ഇപ്പോൾ കൺസോളിഡേറ്റഡ് റിസൾട്ടുകളാണ് ഡിഫോൾട്ടായിട്ട് ആ സെറ്റിങ്സിൽ വരിക. നമുക്ക് സ്റ്റാൻഡ് അലോൺ വേണമെങ്കിൽ നമ്മളത് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൺസോളിഡേറ്റഡ് റിസൾട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൽ കാണുന്ന ആദ്യത്തെ കോളത്തിൽ കാണുന്നത് സെയിൽസ് ആയിരിക്കും. അപ്പോൾ കമ്പനിയുടെ സെയിൽസ് എന്നതോട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രൊഡക്റ്റുകളുടെയും സർവീസുകളുടെയും സെയിൽസാണ്, അതിൽ നിന്നുള്ള വരുമാനമാണ്. എന്നാൽ സെയിൽസും റവന്യൂവും പലരും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ റവന്യൂ എന്ന് പറയുന്നത് സർവീസ് ഗുഡ്സ് സെയിൽസിൽ നിന്നുള്ള അല്ലാത്ത വരുമാനങ്ങൾ അടക്കമുള്ള വരുമാനത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെയിൽസ് മാത്രമാണ് നമ്മൾ ആദ്യം കാണുക. അതിനുശേഷം നമ്മൾ കാണുന്നത് എക്സ്പെൻസസ് ആയിരിക്കും. ആ എക്സ്പെൻസസിൽ നമുക്കറിയാം ഏതൊരു കമ്പനി റൺ ചെയ്യും അവർക്ക് റോ മെറ്റീരിയൽ എക്സ്പെൻസസ് ഉണ്ടാവും, അതുപോലെ
ലേബർ കോസ്റ്റ് ഉണ്ടാവും, അതുപോലെ മറ്റ് ഓവർ ഹെഡ്സിൻ്റെ ഇലക്ട്രിക്കൽ മറ്റ് പ്ലാന്റുകളുടെയൊക്കെ മറ്റ് ചിലവുകളുണ്ടാകും. ഇത്തരം കംപ്ലീറ്റ് എക്സ്പെൻസുകളാണ് ഇവിടെ ഉണ്ടാവുക. അപ്പോൾ സെയിൽസിൽ നിന്ന് ഈ എക്സ്പെൻസ് കുറക്കുമ്പോൾ നമുക്ക് ആ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. അതായത് ബിസിനസ് നടത്തിക്കൊണ്ട് ഈ കമ്പനിക്ക് എത്ര പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്കവിടെ കാണാൻ പറ്റും. ആ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ താഴെയായിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനും കാണാൻ കഴിയും. അപ്പോൾ ഈ സെയിൽസിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കാണിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. അപ്പോൾ ആ ലാഭത്തിൻ്റെ ആ ഒരു തോതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നതാണ് അതർ ഇൻകം എന്ന ഒരു ഹെഡിങ്. അതർ ഇൻകം എന്ന് പറയുന്നത് ബിസിനസ്സിലല്ലാതെ ഈ കമ്പനി എന്തെങ്കിലും ലാഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഡിവിഡൻഡ് ഇൻകം ആയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻട്രസ്റ്റ് ആയിട്ട് പണം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഇവരുടെ ആ ഒരു കോർ ബിസിനസ് അല്ലാതെ മറ്റ് സോഴ്സുകളിൽ നിന്ന് ഏതെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടോ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പറയുന്ന അതർ ഇൻകം. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതായത് സ്വാഭാവികമായിട്ടും പല കമ്പനികൾക്കും കടമുണ്ടാവും. അപ്പോൾ ആ കടത്തിൻ്റെ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എത്ര ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു കോളത്തിൽ നമ്മൾ കാണുക. അടുത്ത നമ്മൾ കാണുന്നത് ഡിപ്രിസിയേഷൻ ആണ്. അപ്പോൾ നമുക്കറിയാം കമ്പനികൾക്ക് ടാഞ്ചിബിൾ അസറ്റുകളുണ്ട്, അതായത് തേയ്മാനം സംഭവിക്കുന്ന അസറ്റുകൾ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയുന്ന അസറ്റുകൾ. അത്തരം അസറ്റുകളുടെ ആ ഒരു വാല്യൂ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേക പെർസെൻറ്റേജ് അനുസരിച്ച് അത് കുറക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്ന് അതിൻ്റെ കൂടെ അതർ ഇൻകവും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എക്സ്പെൻസും ഡിപ്രിസിയേഷനും കഴിച്ചിട്ട് കിട്ടുന്നതാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന ഹെഡിങ്ങിൽ നമുക്ക് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എബിറ്റ് എന്ന് പറയണം. എബിറ്റ എന്ന് പറയുന്നത് പറയാണ്, എബിറ്റ് എന്ന് പറയുന്നത് പറയാണ്. അപ്പോൾ ഇത് എബിറ്റും ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സും പൊതുവെ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ എബിറ്റ എന്ന് പറയുന്നത് ഈ ഡിപ്രിസിയേഷനും അതുപോലെ അമോർട്ടൈസേഷനും ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ്. ഇപ്പോൾ സ്ക്രീനറിൽ നമുക്ക് ഈ രീതിയിലാണ് കാണുക. അതിനുശേഷമാണ് ടാക്സ് കുറക്കുന്നത്. അപ്പോൾ ടാക്സ് എത്ര പെർസെൻറ്റേജ് ആണ് കുറക്കുന്നത് നമുക്ക് ആ ഒരു കോളത്തിൽ കാണാൻ പറ്റും. അതിനനുസരിച്ച് ഈ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നിന്ന് ഈ ടാക്സ് കുറച്ചതാണ് ഫൈനലായിട്ട് നമ്മൾ കാണുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫിഗർ. അപ്പോൾ ഈ ഒരു നെറ്റ് പ്രോഫിറ്റിന് ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് EPS അഥവാ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റിന് നമ്മൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് നൽകിയാൽ എത്രയാണോ കിട്ടുന്നത് അതാണ് ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്ക്രീനറിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുക. ഇനി ഇതിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതാണ്. നമുക്കറിയാം ഇതിപ്പോൾ 2025 സെപ്റ്റംബറിലെ റിസൾട്ടാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആ ഒരു ക്വാർട്ടറിലെ റിസൾട്ട് എത്രയാണെന്ന് നമുക്ക് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. എത്ര പെർസെൻറ്റേജ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഫോളാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അതേപോലെ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ടും ഇപ്പോൾ ജൂൺ ക്വാർട്ടറുമായിട്ടും ഈ സെപ്റ്റംബർ ക്വാർട്ടറിനെ കമ്പയർ ചെയ്തുകൊണ്ടും ഇതിൻ്റെ വളർച്ച നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് സ്ക്രീനർ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെയാണ് വായിക്കേണ്ടതെന്നും അതിൻ്റെ ഓരോ ടേംസിൻ്റെയും ഉദ്ദേശം എന്താണെന്നും വളരെ സംക്ഷിപ്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സ്ക്രീനർ സൈറ്റിൽ നിങ്ങൾ ഒരു ബാങ്കിങ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസ് രംഗത്തുള്ള സ്റ്റോക്കിൻ്റെ റിസൾട്ടാണ് നോക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ടേമുകളിൽ നേരിയ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് നിങ്ങൾ ബജാജ് ഫൈനാൻസിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ സെയിൽസിൻ്റെ സ്ഥാനത്ത് റവന്യൂ എന്നാണ് കാണാൻ കഴിയുക. കാരണം ബജാജ് ഫിനാൻസ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് സെല്ല് ചെയ്യലല്ല, അതൊരു ഫൈനാൻസിങ് ബിസിനസ്സാണ്. ആളുകൾക്ക് ലോൺ കൊടുത്തുകൊണ്ടാണ് അവർ ബിസിനസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് റവന്യൂ എന്ന വാക്കാണ് കാണാൻ കഴിയുക. അപ്പോൾ നേരത്തെ അവിടെ മറ്റു കമ്പനികളുടേത് നമ്മൾ നോക്കുമ്പോൾ അത് സെയിൽസ് എന്നാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ഉണ്ടാവും. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്, അതുപോലെ മാർക്കറ്റിംഗ് എക്സ്പെൻസുകൾ ഉണ്ടാവും, മറ്റ് പല വിധത്തിലുള്ള ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും ഉണ്ടാവും. അത് ഇവിടെ എക്സ്പെൻസ് എന്ന കോളത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഇവിടെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് എന്ന കോളത്തിലും ചില ഫിഗേഴ്സ് കാണാൻ കഴിയും. ഇപ്പോൾ ബജാജ് ഫിനാൻസ് ഫൈനാൻസിങ് ബിസിനസ് ആണെന്ന് പറഞ്ഞു. ഇത് കൂടാതെ അവർ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്, നിക്ഷേപകരിൽ നിന്നും പണം സ്വീകരിക്കുന്നുണ്ട്. ഈ പണത്തിന് അവർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഈ ഇൻട്രസ്റ്റ് ആണ് എക്സ്പെൻസ് ആയിട്ട് ഇവിടെ മറ്റൊരു കോളത്തിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പെൻസും ഉണ്ടാവും, ഇൻട്രസ്റ്റും ഉണ്ടാവും. അപ്പോൾ റവന്യൂവിൽ നിന്ന് ഈ രണ്ട് ഫിഗറുകളും കഴിച്ചിട്ട് കിട്ടുന്ന പ്രോഫിറ്റാണ് ഇവിടെ ഫൈനാൻസിങ് പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ മറ്റ് കമ്പനികളുടേത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ ബാങ്കിൻ്റെയും ഫൈനാൻഷ്യൽ കമ്പനികളുടെയും ഒക്കെ ഫൈനാൻസിങ് പ്രോഫിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു ടേമാണ് ഇവിടെ സ്ക്രീനർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റു കമ്പനികളുടേത് നമ്മൾ കണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അഥവാ OPM എന്നാണ് കണ്ടത്. അതിന് പകരം ഇവിടെ കാണുന്നത് ഫൈനാൻസിങ് മാർജിൻ പെർസെൻറ്റേജ് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നേരിയ വ്യത്യാസം മാത്രമേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. കൂടാതെ നേരത്തെ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഇപ്പോൾ അതർ ഇൻകം, അതുപോലെ ഡിപ്രിസിയേഷൻ, പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, അതുപോലെ ടാക്സ് പെർസെൻറ്റേജ്, ഫൈനലായിട്ട് നെറ്റ് പ്രോഫിറ്റ്, അത് കഴിഞ്ഞിട്ട് EPS, ഈ കാര്യങ്ങളൊക്കെ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് കമ്പനികളുടേതും മറ്റ് കമ്പനികളുടേതും സെയിം തന്നെയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് രണ്ട് പ്രധാനപ്പെട്ട ഒരു കോളം നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് GNPA മറ്റൊന്ന് നെറ്റ് NPA യുമാണ്. NPA അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ്, ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഒരു ഫൈനാൻസ് കമ്പനി
അവരുടെ അസറ്റ് എന്ന് പറയുന്നത് അവർ ആളുകൾക്ക് കൊടുക്കുന്ന ലോണാണ്. അപ്പോൾ അതാണ് അവരുടെ പ്രധാനപ്പെട്ട അസറ്റ്. അതിൽ നിന്നാണ് അവർ വരുമാനം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ തിരിച്ചടവും ഇൻട്രസ്റ്റിൻ്റെ അടവും ഇതൊക്കെയാണ് ഇവരുടെ വരുമാന മാർഗം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു EMI അല്ലെങ്കിൽ ഈ തിരിച്ചടവ് ആളുകൾ ഡിഫോൾട്ട് ചെയ്താൽ, അവരടക്കാതിരുന്നു കഴിഞ്ഞാൽ, ഏകദേശം 90 ദിവസത്തോളം അത്തരത്തിൽ അടക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരു നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് മാറും, അല്ലെങ്കിൽ അതൊരു ബാഡ് ലോണായിട്ട് കമ്പനി കണക്കാക്കും. അപ്പോൾ ഇത്തരത്തിലൊരു കമ്പനിയുടെ ലോണിൻ്റെ എത്ര ശതമാനമാണ് NPA ആയിട്ട് മാറുന്നത്, അതിനെയാണ് നമ്മൾ ഗ്രോസ് NPA എന്ന് പറയുന്നത്. അപ്പോൾ RBIയുടെ ഒരു നിയമമുണ്ട്, ഇത്തരത്തിലുള്ള ഗ്രോസ് NPA ബാങ്കിനെ പ്രതിസന്ധിയിലാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഒരു പ്രൊവിഷൻ ഇതിലേക്ക് മാറ്റി വെക്കണം. അതായത് ഒരു എമൗണ്ട് ഈ ഒരു NPA കവർ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ മാറ്റി വെച്ചിട്ട് അതിൽ നിന്ന് ഈ ഗ്രോസ് NPAയിൽ നിന്ന് ആ ഒരു പ്രൊവിഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്നതിനാണ് നമ്മൾ നെറ്റ് NPA എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നെറ്റ് NPAയും ഗ്രോസ് NPAയും ഏറ്റവും കുറവാകുന്നു അത്രയും നല്ലത് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുക. അപ്പോൾ ഈ ഒരു വ്യത്യാസം മാത്രമാണ് നമ്മൾ ഫൈനലായിട്ട് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ കമ്പനികളിൽ കാണാൻ കഴിയുക. അപ്പോൾ ക്വാർട്ടർലി റിസൾട്ടുകൾ വായിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒരു ഉപരിതല സ്പർശിയായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഡീപ്പായിട്ട് ഒരു റിസൾട്ട് അനാലിസിസ് ചെയ്യുന്ന കാര്യമല്ല. എന്നാൽ നമ്മൾ കുറച്ചുകൂടി കമ്പനിയുടെ പെർഫോമൻസ് മനസ്സിലാക്കാൻ ഡീപ്പായിട്ട് പല ഫൈനാൻഷ്യൽ ടൂളുകൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. സ്ക്രീനറിൽ തന്നെ അത്തരത്തിലുള്ള പല ടൂളുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ പെയ്ഡ് വെർഷനുകളെല്ലാം ഉണ്ട്. റിസൾട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. കൂടാതെ ഫസ്റ്റ് കമൻറ്റിലും അത് പിൻ ചെയ്യാം. അപ്പോൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.